144 കോടിയിലേറെ ഇന്ത്യൻ പൗരത്വമുള്ള ജനതകൾക്ക് ഈ ഇന്ത്യയിൽ സ്വതന്ത്രമായി ജീവിക്കുവാനുള്ള ഭരണഘടന നൽകുന്ന അവകാശത്തിന്റെ അടിത്തറയിൽ ജീവിതം പണിതുയർത്തിയിട്ടും ചിലർക്ക് വേണ്ടി തീരെഴുതി കൊടുക്കപ്പെട്ട ഭരണഘടനയുടെ അവകാശങ്ങൾ ചില വിഭാഗങ്ങൾ തട്ടിയെടുക്കുന്നതിന്റെ പേരിൽ അതിജീവനത്തിന്റെ സാധ്യത നഷ്ടപ്പെടുന്ന വഖഫ് ബോർഡിന്റെ കരിനിയമങ്ങൾക്കിരയായി തീർന്നുകൊണ്ടിരിക്കുന്ന മുനമ്പം ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്നത് കേരള കത്തോലിക്ക സഭയിലെ വിവിധ സന്യാസ സമൂഹങ്ങളുടെ മേലധികാരികളുടെ സംഘടനയാണ്. CRI കോൺഫറൻസ് ഓഫ് റിലീജിയസ് ഇന്ത്യ എന്ന സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് സിസ്റ്റർ ആർദ്ര SIG ഉൾപ്പെടെ ഈ സംഘടനയുടെ സംസ്ഥാന ഭാരവാഹികൾ ഇന്ന് എറണാകുളത്ത് POCയിൽ മീറ്റിംഗ് കൂടി വഖഫ് അധിനിവേശത്തിന്റെ കരിനിയമങ്ങൾ പൊളിച്ചെഴുതുവാനുള്ള ആഹ്വാനം നൽകിക്കൊണ്ട് ഈ സമരപ്പന്തലിലെത്തി ഇവിടെ അതിജീവനത്തിനായി സമരം ചെയ്യുന്ന സാധുക്കളായ ഈ നാട്ടുകാർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇവിടെ സന്നിഹിതരായിരിക്കുകയാണ്. ഇന്ന് കേരളവും ഭാരതവും മാനവികതയെ ആദരിക്കുന്ന ലോകം മുഴുവനും വഖഫ് അധിനിവേശത്തെ ഒരു ചർച്ചയാക്കി മാറ്റിയിരിക്കുകയാണ്. ഇത് നടക്കുന്നത് അക്ഷരാഭ്യാസമില്ലാത്ത ഒരു നാട്ടിലല്ല. ഇത് നടക്കുന്നത് ഏകാധിപത്യം ഭരണം നടത്തുന്ന ഒരു നാട്ടിലല്ല. ഇത് നടക്കുന്നത് പട്ടാള ഭരണം നടക്കുന്ന ഒരു നാട്ടിലല്ല. ഇത് നടക്കുന്നത് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനതതി രൂപീകരിച്ച ഭരണഘടനയ്ക്കനുസരിച്ച് രാജ്യം ഭരിക്കപ്പെടുന്ന മഹാഭാരതം എന്ന് പറയുന്ന ഈ 5000 വർഷം പഴക്കമുള്ള പൈതൃകമുള്ള നമ്മുടെ സ്വന്തം മാതൃഭൂമിയിലാണ്. ഇതിനെതിരെ സംസാരിക്കുന്നവർ തീവ്രവാദികളായി ചാപ്പകുത്തപ്പെടുന്ന വികൃതമായ ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ ജനാധിപത്യ മര്യാദയനുസരിച്ച് ഭരണഘടനയുടെ അവകാശത്തിനനുസരിച്ച് ഇവിടെ ജീവിക്കാനുള്ള അവകാശം അത് കിട്ടുന്നതുവരെ സമരം ചെയ്യും ഞങ്ങൾ എന്ന് പറയുന്ന ഈ മുനമ്പം ജനതയോട് കേരള കത്തോലിക്ക സന്യാസ സമൂഹങ്ങൾക്കുള്ള ആദരവും അഭിവാദ്യവും സഹബോധവും ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഒരു നല്ല കൈയ്യടി അടിച്ചുകൊണ്ട് നമുക്ക് CRI നമ്മുടെ മുനമ്പം ജനതയോട് നമ്മൾ അഭിവാദ്യം പ്രഖ്യാപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 1 മാസത്തിലധികമായി ഈ ജനം ഇവിടെ മാറി മാറി പട്ടിണിയിരിക്കുകയാണ്. ഇവർ അനുഭവിക്കുന്ന വിശപ്പ് എന്ന് പറയുന്നത് ഇവർ വിലയ്ക്ക് വാങ്ങിയ വിശപ്പല്ല. ഇവർ അനുഭവിക്കുന്ന വിശപ്പിന്റെ കാരണം ഇവരുടെ അരിപ്പാത്രം കട്ടോണ്ടുപോയതിന്റെ നൊമ്പരം കൊണ്ടുണ്ടായ വിശപ്പാണ്. ഇവിടെ ജീവിക്കാനായി അവകാശമുള്ള ഒരു ജനം ഇവിടെ കഷ്ടപ്പെട്ട് വേർപ്പൊഴുക്കി പണിയെടുത്ത് അധ്വാനിച്ച് വില കൊടുത്തു വാങ്ങിയ ഭൂമി അത് കണ്ടപ്പോൾ അത് എനിക്ക് കൊള്ളാം എന്ന് കരുതി വഖഫ് അധിനിവേശത്തിന്റെ ഇരകളായി മാറിയതിന്റെ പേരിൽ വഖഫ് കരിനിയമങ്ങളുടെ പേരിൽ ജീവിക്കാനുള്ള അവകാശം നഷ്ടപ്പെട്ടവരുടെ വരാൻ പോകുന്ന ദുരന്തത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പട്ടിണി സമരമാണ് ഇവിടെ ഈ വഖഫ് നിയമം പൊളിച്ചെഴുതണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പന്തലിൽ ഈ സമരപ്പന്തലിൽ നടക്കുന്നത്. ഇവിടെ എനിക്ക് 1-2 കാര്യങ്ങൾ മാത്രമാണ് ഈ പൊതുസമൂഹത്തോട് ഇപ്പോൾ സംസാരിക്കാനുള്ളത്. അത് മറ്റൊന്നുമല്ല, ഞാൻ ഇതിനു മുമ്പും ഈ സമരപ്പന്തലിൽ വന്നിട്ടുണ്ട്. അന്ന് ഞാൻ കണ്ടിരുന്നു കേരളത്തിലെ മതേതര ബോധമുള്ള മുസ്ലിം മത നേതാക്കളിൽ കുറച്ചുപേർ അവരിവിടെ മറ്റ് മതസ്ഥരോടൊപ്പം ഇവിടെ വരികയും ഈ മുനമ്പം ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. അവര് പറഞ്ഞു, ഞാൻ ആ പ്രസംഗം സശ്രദ്ധം കേൾക്കുന്നുണ്ടായിരുന്നു ഇവിടെ നിന്നുകൊണ്ട് തന്നെ. അതിൽ മുഖ്യപ്രഭാഷകൻ സൂചിപ്പിച്ചത് മുനമ്പത്തു നിന്ന് ഒരിക്കലും മുനമ്പം ജനതയെ കുടിയിറക്കാൻ അനുവദിക്കില്ല എന്നാണ്. ആ പ്രസംഗം കേട്ടുപിടിയിരുന്ന പലരും കൈയടിക്കുന്നുണ്ടായിരുന്നു. അത് പറഞ്ഞത് ഇവിടെ ഈ സമരം നടത്തുന്ന ജനതയോടാണ്. എനിക്കതേ
നേതാക്കളോട് ആദരവോടെ എനിക്ക് ചോദിക്കാനുള്ളത്, മുസ്ലിം സമൂഹത്തിലെ അതേ നേതാക്കളോട്, ഇവിടെ വന്ന അതേ നേതാക്കളോട് എനിക്ക് ആദരവോടെ ചോദിക്കാനുള്ളത്, ഇവിടെ വന്ന ക്രൈസ്തവ പുരോഹിതരുടെയും ഹൈന്ദവ മത നേതാക്കളുടെയും കൂടെ നിങ്ങൾ ഒരുമിച്ചാണ് വന്നത്. 3 മത നേതാക്കളോട് ഒരുമിച്ചാണ് വന്നത്. ആ 3 പേരും കൂടി ഒരുമിച്ച് വഖഫ് ബോർഡിന് മുമ്പിൽ ചെല്ലുമോ എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ നിങ്ങൾ വന്ന് സംസാരിച്ചപ്പോൾ അതെല്ലാം ചാനലുകാരൊക്കെ ഇതുപോലെ എല്ലാവരും എടുത്ത് നന്നായിട്ട് മാർക്കറ്റ് ചെയ്തു, എല്ലാ പത്രങ്ങളിലും വന്നു, ചാനലുകളിൽ വന്നു. ഇവിടെ വന്ന് ഈ സമരം ചെയ്യുന്നവരോട് അവർ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് എന്ന് പറഞ്ഞു. നിങ്ങൾ വഖഫ് ബോർഡിനോട് എന്ത് പറയും? അതേ സമരത്തിന്റെ പിറ്റേ ദിവസമാണ് വഖഫ് ബോർഡ് ചെയർമാൻ പറഞ്ഞത് മുനമ്പം ജനതയെ കുടിയിറക്കും എന്ന് പറഞ്ഞത്. അതിനുപക്ഷെ ഞങ്ങൾ ഔദാര്യത്തോടുകൂടി കുറച്ച് കാലം കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അവരെ ഞങ്ങൾ കുടിയിറക്കിയിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞത് ആ മീറ്റിംഗിന്റെ പിറ്റേ ദിവസമാണ്. പക്ഷെ ഇവിടെ വന്ന് ആശ്വസിപ്പിച്ചവർ മുസ്ലിം മത നേതാക്കൾ വഖഫ് ബോർഡിനോട് പോയി അതിനോട് സംസാരിക്കുന്നത് കണ്ടില്ല. എനിക്ക് ആദരവോടുകൂടി എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ വഖഫ് ബോർഡിനോട് എന്താണ് പറയുന്നത്? ഇവിടെ വന്ന് ഈ ജനതയോട് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ വഖഫ് ബോർഡിനോട് പറഞ്ഞോ? എങ്കിൽ അതിന്റെ കൂടി വീഡിയോ എടുത്ത് വാർത്ത പുറത്തുവിടണം. എന്നാലല്ലേ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഒരു സമത്വമുള്ള ഒരു സംവാദ സാധ്യത ഉണരുകയുള്ളൂ. അതുപോലെ തന്നെ ഇലക്ഷന്റെ തലേ ദിവസം ഓടിപ്പടച്ച് രാഷ്ട്രീയ നേതാക്കൾ ക്രൈസ്തവ മത നേതാക്കളെ പലയിടങ്ങളിൽ പോയി കണ്ട് കെട്ടിപ്പിടിക്കുന്നതും സ്തുതി കൊടുക്കുന്നതും ഒക്കെ കണ്ടു. ആദരണീയനായ മുഖ്യമന്ത്രി ആലുവയിൽ വെച്ച് ഈ സമരത്തിന്റെ നേതാക്കളെ വിളിച്ചു കാണുന്നതിന്റെ ചിത്രങ്ങൾ പത്രത്തിൽ കണ്ടു. എത്രയും പെട്ടെന്ന് രമ്യമായി പരിഹരിക്കാം എന്നാണ് പത്രങ്ങളിൽ ടൈറ്റിൽ വന്നത്. എനിക്ക് ഒരു ചോദ്യമുണ്ട്, ഇതേ മുഖ്യമന്ത്രി വഖഫ് ബോർഡിനോട് എന്താണ് പറയുന്നത് എന്നുള്ളത് ഇതുപോലെ തന്നെ ഈ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന ക്രൈസ്തവ നേതാക്കളോട്, ഈ മുനമ്പം ജനതയുടെ പ്രതിനിധികളോട്, സമര പ്രതിനിധികളോട് സംസാരിച്ചതുപോലെ തന്നെ, അത് പുറത്തുവിട്ടതുപോലെ തന്നെ വഖഫിനോട് സംസാരിക്കുന്നത്, വഖഫ് ബോർഡിനോട് മുഖ്യമന്ത്രി സംസാരിക്കുന്നത് പുറത്തുവിടുമോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതും ന്യായമല്ലേ? അതറിയാനുള്ള അവകാശവുമില്ലേ ഈ ജനതയ്ക്ക്? അപ്പോൾ ഈ ഒരിടത്തൊന്ന് പറയുകയും മറ്റൊരിടത്ത് മറ്റൊന്ന് പറയുകയും അങ്ങനെ കാര്യം നടക്കേണ്ട സമയം വരുമ്പോൾ വളരെ സമർത്ഥമായി ഒഴിഞ്ഞു മാറിപ്പോവുകയും ചെയ്യുന്ന സാധാരണ അയഞ്ഞ രാഷ്ട്രീയ ശൈലി മുനമ്പം ജനതയോട് വേണ്ട എന്ന് പറയാനാണ് ഞങ്ങൾ കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസത്തിന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി ജീവൻ തീരെഴുതി കൊടുത്തിരിക്കുന്ന ആയിരക്കണക്കിന്, 10,000-കണക്കിന് കത്തോലിക്ക സമർപ്പിതരുടെ പ്രതിനിധികൾ ഇവിടെ ഇന്ന് വന്നിരിക്കുന്നത്. ഈ അവകാശ നിഷേധത്തിന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് കേരളത്തിന്റെ പൊതുമനസ് കൂട്ടുനിൽക്കുകയില്ല എന്നും, ഈ മുനമ്പം ജനതയുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവസാന നിമിഷം വരെ, അവസാനത്തെ ആൾക്കും നീതി ലഭിക്കുന്നത് വരെ ഞങ്ങൾ കൂടെയുണ്ട്, ഈ ജനം കൂടെയുണ്ട് എന്ന് പറയുവാൻ കൂടിയാണ് ഞങ്ങൾ ഇവിടെ ഇന്ന് സന്നിഹിതരായിരിക്കുന്നത്. ഇതിനിടയ്ക്ക് 1-2 മാധ്യമ ഇടപെടലുകൾ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. കേരളത്തിന്റെ ആദരണീയനായ ഒരു മന്ത്രി പറയുകയാണ്, മുനമ്പം സമരപ്പന്തലിൽ വന്ന കത്തോലിക്ക അച്ഛന്മാരും മെത്രാന്മാരും വർഗീയത പറയുകയാണ് എന്ന്. അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ആ മന്ത്രിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, താങ്കൾക്ക് ലജ്ജയില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാൻ. എങ്ങനെയാണ് ഇതുപോലെയൊക്കെ യാതൊരു ജാള്യതയുമില്ലാതെ ഇങ്ങനെ പറയാൻ സാധിക്കുക? അതും സാമാന്യ ബോധമുള്ള മലയാള മനസ്സിനോട് ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുന്നത് എങ്ങനെയാണ് ഒരു മന്ത്രിക്ക്? ഇവിടെ എന്ത് വർഗീയതയാണ് ഈ മുനമ്പം വാസികൾ ഇവിടെ ഉയർത്തിയത്? ഇവിടെ ക്രൈസ്തവരുടെ മാത്രം അവകാശ നിഷേധത്തിന്റെ കാര്യമാണ് ഈ പറയുന്നത്, അല്ലല്ലോ. ഈ വഖഫ് ബോർഡിന്റെ അധിനിവേശം കാരണം ജീവിക്കാനുള്ള സാധ്യത നഷ്ടപ്പെട്ടത് ക്രൈസ്തവർക്ക് മാത്രമല്ല, ഹൈന്ദവ സഹോദരങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അറിയുന്നു ചില മുസ്ലിം സഹോദരങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതേതെങ്കിലും ഒരു മതത്തിന്റെ അതിജീവനത്തിന്റെ, മതപ്രചരണത്തിന്റെയോ വിഭാഗീയതയുടെയോ കാര്യമല്ല. ഇത് ഈ കേരളത്തിൽ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ജീവിക്കാൻ അവകാശമുള്ളവർക്ക് ആ ജീവിക്കാനുള്ള അവകാശം കട്ടുകൊണ്ടുപോകാൻ ആരെയും ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ള പൊതുസമൂഹത്തിന്റെ ജാഗ്രതയുടെ ശബ്ദമാണിത്. അല്ലാതെ മറ്റൊരു വിഭാഗീയതയും ഇവിടെയില്ല എന്ന് മന്ത്രിയോട് പറയാൻ ഈ അവസരം ഞങ്ങൾ ഉപയോഗിക്കുകയാണ്. ഈ പറയുന്നത് കേരളത്തിലെ കത്തോലിക്ക സഭയിലെ എല്ലാ സമർപ്പിത സമൂഹങ്ങളുടെയും പ്രതിനിധികളുടെ കൂട്ടായ്മയാണ് പറയുന്നത്. ഞങ്ങൾക്ക് വർഗീയതയില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊക്കെ സേവനം ചെയ്യുന്ന സ്ഥാപനങ്ങളിലേക്കൊക്കെ കടന്നു വരിക ഈ മന്ത്രി. അവിടെ സ്വന്തം അവകാശം പോയിട്ട്
ഏറ്റുവാങ്ങുന്ന നന്മകൾക്കൊരു നന്ദി പോലും പറയാൻ ഒച്ചയില്ലാത്ത എത്രയോ എത്രയോ നാനാജാതി മതസ്ഥരായ നിശബ്ദരായി തീർന്ന ജീവിതങ്ങൾക്ക് വേണ്ടി ഈ നിശബ്ദമായിട്ട് സേവനമർപ്പിക്കുന്നവരാണ് ഈ സമർപ്പിതർ. ഈ ക്രൈസ്തവ സമൂഹം ക്രൈസ്തവര് മാത്രമാണോ? ഹൈന്ദവ സമൂഹത്തിലും ഇസ്ലാം സമൂഹത്തിലുമൊക്കെ ഇതുപോലെ നിശബ്ദരാക്കപ്പെടുന്ന എത്രയോ പേർക്ക് വേണ്ടി സേവനമർപ്പിക്കുന്ന നല്ല മനസ്സുള്ളവരുണ്ട്. ജീവിക്കാനുള്ള അവകാശം തട്ടിയെടുക്കുന്നവരുടെ മുമ്പിൽ അത് ചോദിച്ചു വാങ്ങുന്നത് വർഗീയതയാണ് എന്ന് തെറ്റായി പൊതുസമൂഹത്തെ ധരിപ്പിക്കാനുള്ള മന്ത്രിയുടെ ശ്രമം പാഴാണ് എന്ന് എന്റെ പ്രിയപ്പെട്ട മന്ത്രി ഓർക്കണം. ഇനി ആവർത്തിക്കരുത് എന്ന് പറയാനാണ് ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ ശ്രദ്ധയിൽപ്പെട്ടു. അത് മറ്റൊന്നുമല്ല, അനിൽ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുകാരൻ ഒരു പുതിയ കണ്ടുപിടുത്തം നടത്തി. അതെന്താണെന്ന് അറിയാമോ? ദീപിക പത്രത്തിൽ വഖഫ് ബോർഡിന് 9 ലക്ഷത്തിലധികം ഏക്കർ ഭൂ സ്വന്തമായിട്ടുണ്ട് എന്ന വാർത്ത വന്നതിനെ പ്രതിരോധിക്കണ്ടേ? ആശാൻ ഒരു പരിപാടി ചെയ്തു. പുള്ളി ഒരു പുതിയ കണ്ടുപിടുത്തം നടത്തി. എന്താണ്? കത്തോലിക്ക സഭയ്ക്ക് 17.9 കോടി ഏക്കർ സ്ഥലമുണ്ട്, ഇവിടെ ഭൂസ്വത്തുണ്ട്. 17 കോടി ഏക്കർ സ്ഥലമുണ്ട് എന്ന് അദ്ദേഹം യൂട്യൂബിലൂടെ യാതൊരു ജാള്യതയുമില്ലാതെ ഇതുപോലെയുള്ള മതയാന മണ്ടത്തരങ്ങളൊക്കെ എഴുന്നള്ളിച്ചിട്ട് ആഴ്ചകളായി ചങ്ങാതി ഒന്ന് തിരുത്തി പറഞ്ഞില്ല താങ്കൾ ഇതുവരെ. കേരളവും മഹാരാഷ്ട്രയും തമിഴ്നാടും കർണാടകവും എല്ലാം കൂടെ കൂടിയാൽ നമുക്ക് 17 കോടി ഏക്കർ സ്ഥലമില്ല സഹോദര. ഇത് സാക്ഷര കേരളത്തോടാണ് ഇതുപോലെയുള്ള വിഡ്ഢിത്തങ്ങളൊക്കെ എഴുന്നള്ളിച്ച് ഇതുപോലെയുള്ള വിഭാഗീയതയും ശത്രുതയും ഒക്കെ നിങ്ങൾ ഉണർത്തുന്നത്. ആരുടെ പേരിലാണ്? എന്തിനു വേണ്ടിയാണ്? കിടപ്പാടം കവർന്നെടുക്കാൻ വരുന്നവരോട് അരുത് കാട്ടാള എന്ന് പറയുന്ന മാനിഷാദ എന്ന് പറയുന്ന ഭാരതീയ പൈതൃകം ഉണർത്തിക്കൊണ്ട് ഈ കേരളത്തിൽ ജീവിക്കാൻ അവകാശത്തിന് വേണ്ടി പോരാടുന്നവരോടല്ലേ ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ പറഞ്ഞ് പ്രതിരോധിക്കാൻ നടത്തുന്ന ഈ ചപല ശ്രമം? ഇവിടെ ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ നിങ്ങളൊക്കെ ഞങ്ങളുടെ ഇരകളായിട്ടങ്ങ് ജീവിച്ചാൽ മതി. ഇവിടെ നിങ്ങളൊക്കെ ഞങ്ങളല്ലാത്തവരൊക്കെ ഇവിടെ ഞങ്ങളുടെ അടിയാളന്മാരായിട്ടങ്ങ് ജീവിച്ചാൽ മതി. അത്തരത്തിലുള്ള പണ്ടിവിടുന്ന് നമ്മൾ എല്ലാവരും കൂടി പറഞ്ഞുവിട്ട ജന്മികുടിയാൻ സംസ്കാരം ഈ വഖഫ് ബോർഡിന്റെ പേരിൽ മാറ്റി എഴുതിക്കൊണ്ട് കേരളത്തിൽ പുനഃസ്ഥാപിക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല എന്ന് എന്റെ ഈ പൊതുസമൂഹത്തിന്റെ പ്രതിനിധികൾ എന്നുള്ള നിലയിൽ ഞങ്ങൾ പറയുന്നു. നിങ്ങൾ മനസ്സിലാക്കണം. അതുമാത്രമല്ല, ഇവിടെ തോന്നുന്നവർക്കെല്ലാം കയറി ഇറങ്ങി നിരങ്ങാം. ഇത്തരത്തിലുള്ള ഇതുപോലെയുള്ള അധിനിവേശത്തിന്റെ സംസ്കാരം ഒരു പൊതു രീതിയാക്കി മാറ്റുവാൻ ചിലരൊക്കെ പരിശ്രമിക്കുന്നുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇന്നലെ കേരളത്തിൽ നടത്തിയ ഒരു സംഭവം. ഞാൻ ഈ പറയുന്നത് നവംബർ 15-ാം തീയതിയാണ്. ചെമ്പന്തൊട്ടി എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി അതിരൂപതയിലുള്ള ഒരു ഇടവക ദേവാലയത്തിന്റെ മുറ്റത്ത് ചില മുസ്ലിം സഹോദരങ്ങൾ അക്രമം കാണിച്ചു. കേരളത്തിന്റെ സാമാന്യ മനസ്സിന് ദഹിക്കാത്ത ഒരു കാര്യമാണ് അവർ ചെയ്തത്. ഒരു മുസ്ലിം അധ്യാപകനും കുറച്ച് വിദ്യാർത്ഥികളും കൂടി കലോത്സവത്തിൽ പങ്കെടുക്കാൻ വന്നവർ തൊട്ടടുത്ത് മുസ്ലിം പള്ളി ഉണ്ടായിട്ടും കത്തോലിക്ക പള്ളിയുടെ മുറ്റത്ത് വന്ന് നിസ്കരിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. എന്ത് ധാർഷ്ട്യമാണിത്? ഇത് എവിടെയാണ് ഇത് നടക്കുന്നത്? അവിടെ വികാരിയച്ഛൻ അതിന് തടസ്സം നിന്നപ്പോൾ തൊട്ടടുത്തുള്ള കന്യാസ്ത്രീകളുടെ മഠത്തിൽ ചെന്ന് അവിടെ നിസ്കരിക്കണം എന്നാവശ്യപ്പെട്ട് ബഹളമുണ്ടാക്കിയാണ്. ഓർക്കണം, ഇത് നടന്നത് ഇന്നലെയാണ്, നവംബർ 13-ാം തീയതി 2024. വിഭാഗത്തിന്റെ അധിനിവേശം കൊണ്ട് കിടക്കപ്പറഞ്ഞു മുട്ടിയ ഒരു വിഭാഗം ഇവിടെ ജീവിക്കാൻ വേണ്ടി സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മറുവശത്ത് സമാധാനപൂർണമായി ജനസേവനവും ദൈവാരാധനയും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മതവിഭാഗത്തിന്റെ മര്യാദയെ കയറി ചൊറിയാൻ യാതൊരു ജാള്യതയുമില്ലാതെ ഈ കൂട്ടർ ഇറങ്ങി പുറപ്പെടുന്നതെങ്കിൽ കേരളത്തിന്റെ പൊതുസമൂഹം ഉണർന്നു ചിന്തിക്കുന്ന ഒരു കാലത്ത് അവരുടെ പ്രതിരോധത്തിന്റെ മാർഗങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഓർക്കണം, തൊട്ടടുത്ത് മുസ്ലിം പള്ളി ഉള്ളായിട്ടുണ്ടോ? തൊട്ടടുത്ത് മുസ്ലിം പള്ളിയിൽ പോയി നിസ്കരിച്ചോ എന്ന് പറഞ്ഞിട്ട് അവർക്ക് പറ്റില്ല. അവർക്ക് കന്യാമഠത്തിൽ കയറി നിസ്കരിക്കണം, കത്തോലിക്ക പള്ളി കാണുമ്പോൾ നിസ്കരിക്കണം, കത്തോലിക്ക കോളേജ് കാണുമ്പോൾ നിസ്കരിക്കണം. ഈ കാണുന്ന കാഴ്ചകളൊന്നും ചെറിയ കാര്യങ്ങളല്ല. ഇത് ആരുടെയൊക്കെ പിൻബലമുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് യാതൊരു കൂസലുമില്ല എന്ന് പറയുന്ന ഒരു സ്വഭാവമാണ്. അത് കേരളത്തിൽ നടക്കില്ല. ജനാധിപത്യ സംസ്കാരമുണ്ടെങ്കിൽ അതിവിടെ നടക്കില്ല.
ഇത്തരത്തിൽ തോന്നിയ പോലെ കയ്യേറ്റം നടത്താനുള്ള അവകാശം തീരെ എഴുതി കൊടുത്ത 1995 വഖഫ് ബോർഡിന്റെ നിയമത്തിലെ 40-ാം അനുച്ഛേദത്തിൽ മാറ്റം വരുത്താം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ലോകസഭയിൽ ഒരു പ്രമേയം പാസാക്കാൻ പരിശ്രമിച്ചത്. അതിനെതിരെയാണ് കേരളത്തിലെ 140 MLA-മാരും ഇടതും വലതും ഒരുമിച്ച് കൈപൊക്കി ടാറ്റ കളിച്ചത് നിയമസഭയിൽ. ഓർക്കണം എന്റെ പ്രിയപ്പെട്ടവർ, എന്തായിരുന്നു അതിന്റെ കാര്യം എന്തായിരുന്നു എന്ന് ഇത് പറയുന്ന പലർക്കും മനസ്സിലാകുന്നില്ല. If someone feels that it is the property of Waqf, he can claim that എന്ന് പറയുന്ന ആഡഡ് പോയിന്റ് ആണ് റിലീസ് ചെയ്യാം ആ നിയമത്തിൽ നിന്ന് എന്ന് പ്രധാനമന്ത്രി ആഗ്രഹിക്കുന്നത്. ഒരു മുസ്ലിമിന് തോന്നുകയാണ് ഇത് വഖഫിന്റെ ഭൂമിയാണ് എന്ന് തോന്നിയാൽ അത് അവകാശപ്പെടാൻ ആയിട്ട് നരസിംഹറാവു എഴുതി കൊടുത്ത 40-ാം അനുച്ഛേദം വഖഫ് നിയമത്തിൽ നിന്ന് മാറ്റാം, അത് എല്ലാവർക്കും അപകടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ മുന്നേറ്റത്തെയാണ് ഞങ്ങൾ അതിനെ അനുകൂലിക്കുന്നില്ല എന്ന് കേരളത്തിന് നിയമസഭ ഒന്നടങ്കം പറഞ്ഞതെങ്കിൽ അവർ അനുകൂലിക്കുന്നത് എന്തിനെയാണ്? അവർ അനുകൂലിക്കുന്നത് വഖഫിന്റെ തോന്നിയാസത്തെയാണ്. അങ്ങനെ വഖഫിന്റെ തോന്നിയാസത്തെ അനുകൂലിച്ചവരാണ് ഇവിടെ ഈ സമരപ്പന്തലിൽ വന്ന് ഞങ്ങൾ നിങ്ങളെ കെട്ടിപ്പിടിക്കുന്നു, ഞങ്ങൾ നിങ്ങളോട് കൂടി കരയുന്നു, ഞങ്ങൾ നിങ്ങളോട് കൂടി വിലപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള കാപട്യത്തിന്റെ കലാപരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കേരളത്തിന് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് വഖഫ് നിയമങ്ങൾ എഴുതി ചേർത്ത് അനധികൃതമായി ആ വാക്കുകളാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അവകാശങ്ങൾ എല്ലാ മതസമൂഹങ്ങൾക്കും പൊതുസമൂഹങ്ങൾക്കും അവകാശപ്പെട്ടത് ലഭിക്കട്ടെ. അനധികൃതമായി മറ്റൊരാളുടെ ജീവനാംശത്തെ കൈവയ്ക്കാനുള്ള അധികാരം എഴുതി കൊടുക്കുന്ന കള്ളക്കാട് നിയമങ്ങൾ അത് ചുരണ്ടി മാറ്റപ്പെടുക തന്നെ വേണം എന്ന് പറയുന്നത് പൊതുസമൂഹത്തിന്റെ സ്വാസ്ഥ്യം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനെ പിന്തുണയ്ക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ. പക്ഷെ അത് നടന്നില്ല. ഇനിയും അവർക്കത് തിരുത്താനുള്ള സമയം കേരളം കൊടുക്കുന്നുണ്ട്. ഇതുവരെ കേരളത്തെ മുന്നോട്ട് നയിച്ച ഈ ഇടതു വലത് രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾക്ക് അതിന്റെ നേതാക്കൾക്ക് ഇനിയും ആ കാടൻ നിയമത്തിനെതിരെ കണ്ണടച്ച് കൈപൊക്കിയ കള്ളക്കളികൾ തിരുത്തി എഴുതാനുള്ള സമയം കേരളം കൊടുക്കുന്നുണ്ട്. അത് മനസ്സിലാക്കി തിരിച്ചു വന്ന് എല്ലാവർക്കും ഒരുപോലെ ഇവിടെ അതിജീവനത്തിലൂടെ മുന്നോട്ട് നീങ്ങുവാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുവാൻ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി മാനവികതയുടെ സൗമനസ്യം ചേർത്ത് വെച്ചുകൊണ്ട് മാനവികതയുടെ മതേതര ബോധം ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് കൈകോർത്ത് മുന്നോട്ട് നീങ്ങാം. ആരും ആരുടെയും അവകാശപ്പെട്ടത് തട്ടിയെടുക്കണ്ട. ഓരോരുത്തരും അവനവനെ അർഹിക്കുന്നത് മാത്രം സ്വന്തമാക്കിക്കൊണ്ട് ഇവിടെ ജീവിക്കട്ടെ എന്ന് പരസ്പരം പറഞ്ഞ് മതേതര ഭാരതത്തെ, മതേതര കേരളത്തെ ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശങ്ങൾ കൊണ്ട് നമുക്ക് ഊട്ടിയുണർത്താം. അതിന് ഈ മുനമ്പം സമരം ഒരു തുടക്കമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മുനമ്പം നിവാസികളിൽ നീതി ലഭിക്കുന്ന അവസാനത്തെ ആളിന് വരെ നീതി ലഭിക്കുന്നത് വരെ ഞങ്ങൾ ഒപ്പമുണ്ടാകും എന്നറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.